ആലിമീങ്ങൾ പറയാറുണ്ട്, മൻ ത്വലബൽ ഹദീസ അഫ്ലസ്. ഹദീസ് പഠിക്കാൻ പോയാൽ ആള് പാപ്പരായി പോകും, കയ്യിലെ പൈസ തീരും. വലാ യനാലുൽ ഇൽമു ഇല്ലാ ബിൽ ഫഖർ. ദാരിദ്ര്യമുണ്ടെങ്കിലേ ഇൽമുണ്ടാകൂ. 5 സ്റ്റാർ ഫെസിലിറ്റി കൊണ്ട് ജീവിച്ചാൽ ഇൽമു കിട്ടില്ല. 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ജീവിതത്തിലൂടെ ഇൽമു കിട്ടുകയില്ല, അത് കൊടുക്കാനും കഴിയൂല. ലാ യുനാലുൽ ഇൽമു ഇല്ലാ ബിൽ ഫഖർ. കഷ്ടപ്പാടിലൂടെയാണ് ഇൽമുണ്ടാകുന്നത്, കഷ്ടപ്പാടിലൂടെയാണ് ഇൽമു സമ്പാദിക്കപ്പെടുന്നതെന്ന് മഹാന്മാരായ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചത് നമ്മുടെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കി. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കി. കഷ്ടപ്പാട് മക്കൾക്ക് അറിയില്ലല്ലോ, മക്കൾക്കറിയില്ല കഷ്ടപ്പാട്. വൈറ്റമിൻ എൻ എന്നതിന്റെ ഒരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കുക. വൈറ്റമിൻ എൻ, വൈറ്റമിൻ എൻ, അങ്ങനെ വൈറ്റമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. വൈറ്റമിൻ എൻ. ടൊറാഗോ യൂണിവേഴ്സിറ്റിയിലെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് കാണാം. വൈറ്റമിൻ എൻ ഡെഫിഷ്യൻസി. നമ്മുടെ മക്കൾ വൈറ്റമിൻ എന്നിന്റെ കുറവുള്ള ആളുകളാണ്. ആ വൈറ്റമിൻ നമ്മുടെ ഉമ്മയും വാപ്പയും മക്കൾക്ക് എമ്പാടും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒന്നിനും പറ്റാത്ത മക്കളായി പോകും. എന്താ ഈ വൈറ്റമിൻ എന്നറിയോ? നോ എന്ന് പറയാനുള്ള സന്നദ്ധത. മാതാപിതാക്കൾ കുട്ടികൾ ചോദിച്ചത് മുഴുവൻ വാങ്ങിച്ചു കൊടുക്കണ്ട, ചോദിക്കുന്നത് മുഴുവനും വേണം എന്നല്ല, നോ എന്ന് പറയണം. അത് നിനക്ക് തരാൻ പറ്റില്ല. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കുട്ടി അത് വലിച്ചൂടെ ഇത് വലിച്ചൂടെ, എന്നാ പിന്നെ മൊബൈലിൽ കളിച്ചോട്ടെ. ഗാഡ്ജറ്റുകൾ, നമ്മുടെ ഗാഡ്ജറ്റുകൾ, നമ്മുടെ ടോയ്സുകൾ, അവർക്ക് ബൈസിക്കിൾ, അവർക്ക് മൊബൈൽ ഫോൺ, അവർക്ക് ഐപാഡ്, അവർക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുക. വാപ്പ എന്റെ കുട്ടി സന്തോഷിക്കട്ടെ പറയട്ടെ. നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും നിങ്ങളോട് നന്ദിയുള്ളൊരു വാക്ക് പറയാൻ പോകുന്നില്ല. ഇങ്ങനെ നോ എന്ന് പറയാത്ത വാപ്പമാർ വൈറ്റമിൻ എൻ മക്കൾക്ക് കൊടുക്കാതെ വന്നാൽ കിട്ടിയ ആനന്ദത്തിന്, അള്ളാഹു നൽകുന്ന നിഅമത്തിന് ശുക്ർ ചെയ്യാത്ത മക്കളാണിവർ. ലോകത്ത് നടന്ന പഠനമാണിത്, ലോകത്ത് നടന്ന പഠനമാണ്. 1950കളിൽ ഒരു ടോയ് ബോയും കയ്യിലില്ലാതെ വളർന്നു വന്ന കുട്ടികളുടെ ബുദ്ധിയും പക്വതയും ഇന്നത്തെ മക്കൾക്കില്ലത്രേ. എന്താണെന്നറിയോ? ഓവർ ഇന്റലിജൻസ്. ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കുകയാണ്. നോ, മോനെ അധ്വാനിക്കണം, മോൻ അധ്വാനിച്ചു ചെയ്യണം, മോൻ വർക്ക് ചെയ്യണം, മോനെ കഷ്ടപ്പെടണം, എന്നിട്ട് സമ്പാദിക്കണം. മക്കളുടെ ആവശ്യങ്ങൾ മുഴുവനും നമ്മൾ നിർവഹിച്ചു കൊടുക്കണം 100%. എന്നാൽ മക്കൾ നമ്മളോട് വാണ്ട് ചെയ്യുന്നത്, നമ്മളോട് അവർ മേടിപ്പിക്കുന്ന പലതും അവരുടെ അത്യാവശ്യങ്ങളല്ല. അത്യാവശ്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, ആവശ്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ട. നോ എന്ന് പറയാൻ കഴിയണം. സമയമായിട്ടില്ല എന്ന് പറയണം. നീ ഇന്നത് ചെയ്യ് എന്നാൽ എന്ന് പറയണം. നിനക്കിപ്പത് നോക്കാനത് പ്രവർത്തിപ്പിക്കാൻ നേരമായിട്ടില്ല എന്ന് പറയണം. മക്കളോട് നോ എന്ന് പറയാതെ ആർഭാടങ്ങൾ എല്ലാം ചെറുപ്പത്തിലെ മക്കളെ പഠിപ്പിച്ചാൽ ഈ മക്കളെ നന്നാവാൻ പോകുന്നില്ല, ഈ മക്കളിൽ ബുദ്ധി ഉണ്ടാവാൻ പോകുന്നില്ല, അവരെ മെനക്കെട്ട് പഠിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് വൈറ്റമിൻ എന്നിന്റെ കുറവ് നമ്മുടെ കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമൂഹങ്ങളിലെ മക്കളോട് സ്വന്തം ഉമ്മയും വാപ്പയും നോ എന്ന് പറയുന്ന വൈറ്റമിൻ എൻ കൊടുക്കാൻ തയ്യാറാവുക. എന്നാലേ മക്കൾ നന്നാവൂ. ചോദിക്കുന്നത് മുഴുവനും കൊടുക്കല്ലേ. ഇല്ല, പറ്റില്ല എന്ന് പറയാൻ ഉമ്മക്കും അപ്പക്കും തന്റെ ഇടം വേണം. അത്യാവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക 100%. അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന്റെ 25%, 25% കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് അവരാവശ്യപ്പെടുന്നതിന്റെ. 20 അത്യാവശ്യങ്ങൾ ഉണ്ടാകും. അത് മുഴുവൻ അവരുടെ സേഫ്റ്റി, അവർക്ക് അഫെക്ഷൻ, അവർക്ക് പ്രൊട്ടക്ഷൻ, അവർക്ക് ഡിറക്ഷൻ, ഇതാണ് കൊടുക്കേണ്ടതെന്ന്. 3 കാര്യങ്ങളാണ്. മക്കളോട് പ്രൊട്ടക്ഷൻ സംരക്ഷണം കൊടുക്കണം. നമ്മുടെ മക്കൾ സുരക്ഷിതരാണെന്ന ബോധം അവർക്ക് കൊടുക്കണം. അഫെക്ഷൻ, മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കണം. ആൻഡ് ഡിറക്ഷൻ, എങ്ങോട്ട് മക്കൾ പോവണം, മക്കൾക്ക് ദിശാബോധം കൊടുക്കും. ഇത് 3മാണ് ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കാര്യമില്ല. വൈറ്റമിൻ എൻ ഡെഫിഷ്യൻസി സിൻഡ്രോം നമ്മുടെ മക്കളിൽ കാണുന്ന ഈ ദേഷ്യമാണ്. എറിഞ്ഞു പൊട്ടിക്കുക, തകർക്കുക, തച്ചുടക്കുക, ഈ സ്വഭാവം വൈറ്റമിൻ എൻ ഇല്ലാത്ത കുട്ടികളിൽ കാണാൻ കഴിയും. ഞാനത് പറയുന്നത് നോ എന്ന് പറയേണ്ടതിന്റെ പകരമാണ് തമാശ രൂപത്തിൽ വൈറ്റമിൻ എൻ എന്ന് പറഞ്ഞത്. നോ എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. കഷ്ടപ്പാടിലൂടെയാണ് മക്കൾ ജീവിക്കേണ്ടത്. എന്നാൽ അവരുടെ നെസസിറ്റികൾ, അവരുടെ അത്യാവശ്യ വിഷയങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കുക. ആവശ്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല. 25% മതിയെന്നാണ്. അതില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒന്നിനും പറ്റാത്തവരായി മാറിപ്പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. മൻ ത്വലബൽ ഹദീസ അഫ്ലസ്. അതുകൊണ്ടാണ് ഇൽമിന്റെ പഠനത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യം വന്നു പോകും എന്ന് ഉലമാ പറഞ്ഞത്. കയ്യിലുള്ള കാശ് പഠിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരും. നമ്മൾ ഫീസ് അടക്കുന്നത് വാപ്പയാണ്, അതുകൊണ്ട് കുട്ടികളെ അറിയുന്നില്ല അല്ലേ?
വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും, എഞ്ചിനീയറിംഗിനും PGക്കൊക്കെ പഠിക്കുന്ന മക്കൾക്ക് പോലും രക്ഷിതാക്കളെ ഫീസ് അടക്കുന്നത്. അതൊക്കെ അധ്വാനിച്ചൊന്നുണ്ടാക്കും മോനെ. നീ ഒരു സൈഡായിട്ട് ജോലി ചെയ്യേ. വാപ്പ ഇഷ്ടം പോലെ കൊടുത്തയക്കാൻ, ഹോസ്റ്റലിൽ സൗകര്യം, അവന് അങ്ങാടിയിൽ അവൻ അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് കയ്യിൽ, എന്താ വേണ്ടത് ചെയ്തോട്ടെ. ഈ മക്കളൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മക്കളായി മാറാൻ പോകുന്നില്ല. മൻ തലബൽ ഹദീസ അഫ്ലസ. പഠിക്കാനിറങ്ങുന്ന ആളുകൾ ശരിക്കും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത അള്ളാഹു നമ്മുടെ മക്കൾക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.